ദൂരെ ദൂരെ ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു മരച്ചില്ലയില് ഒരു പക്ഷി കൂടുണ്ടാക്കിയിരിക്കുകയാണ്. ആ കൂട്ടിലെ ഒരു മുട്ട വിരിയാനുണ്ട്. കാറ്റടിച്ചപ്പോ ഈ മുട്ട ഉരുണ്ടുരുണ്ട് അവിടെ തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ അകത്ത് പോയി വീണു. അവിടെ വെച്ച് ഈ മുട്ട വിരിയുവാണ്. അതിനകത്ത് നിന്ന് ഒരു കുഞ്ഞൻ കിളി പുറത്തോട്ട് വന്നു. അത് ചുറ്റും നോക്കി അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഒരു ലേഡി ബഗ് പാറി വന്ന്, ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, നിന്റെ ഫ്രണ്ടാണെന്ന് കൂട്ടിക്കോ. ദേ ചുറ്റുമുള്ള മുയലുകളും നിന്റെ ഫ്രണ്ടാണ്. നീ നിന്റെ കൂട്ടിൽ നിന്ന് ഒരുപാട് അകലെയാണ്. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാമെന്ന് ആ ലേഡി ബഗ് ഈ കുഞ്ഞൻ കിളിയോട് പറയാണ്. അവൻ അവിടെ ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായി. ഈ സ്ഥലത്ത് ഒരുപാട് ദേശാടന കിളികൾ ഉണ്ടായിരുന്നു. പല സീസൺ വരുമ്പോഴും ഇവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ഒരിടത്തേക്ക് പോകും. എന്നിട്ട് അവിടെ കാലാവസ്ഥ മാറുമ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ 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 എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. നമ്മുടെ കുഞ്ഞൻ കിളിയുടെ വീട്ടുകാരും ഇതുപോലെ മൈഗ്രേഷൻ ചെയ്യുന്നവരാണ് കേട്ടോ. പക്ഷേ അവനാണെങ്കിൽ ഇതേപ്പറ്റി ഒന്നും അറിയില്ല. കാരണം അവൻ പക്ഷികളുടെ കൂട്ടത്തില് ജീവിച്ചിട്ടേ ഇല്ല. പക്ഷികൾ എന്താണെന്നോ അവരെങ്ങനെ പെരുമാറുമെന്നോ അതിനെക്കുറിച്ച് ഒന്നും തന്നെ നമ്മുടെ കുഞ്ഞൻ കിളിക്ക് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. അവനുള്ള സമയം ഈ ലേഡി ബഗിനോടും മുയൽ കുട്ടന്മാരോടും ചേർന്ന് കളിച്ചിരിക്കും. ഇവന് പക്ഷേ കൂട് വിട്ട് പുറത്തു പോവാൻ വലിയ പേടിയാണ്. എപ്പോഴും കൂടിനകത്തിരുന്ന് കളിക്കണം. എന്നാൽ ലേഡി ബഗ് ആണെങ്കിൽ, എടാ മണ്ട, നിന്നെ പോലെ പുറത്ത് ഒരുപാട് പേരുണ്ട്, നീ അവരോട് പോയി കൂട്ടാവണം, നീ പക്ഷിയാണ്, ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല എന്നൊക്കെ പറയും. എനിക്ക് പുറത്തു പോകാൻ പേടിയാ, പുറത്ത് ഒരുപാട് അപകടമായെന്ന് പറഞ്ഞ് ഈ കുഞ്ഞൻ കിളി അകത്ത് തന്നെ ഇരിക്കാറാണ് പതിവ്. എങ്ങനെയെങ്കിലും അവനെ പുറത്തേക്ക് അയച്ച് ഈ ലോകമൊക്കെ കാണിപ്പിക്കാൻ വേണ്ടി ലേഡി ബഗ് പരമാവധി ശ്രമിക്കാറുണ്ട്. അവളാണ് കണ്ണി കണ്ട മാസികകളൊക്കെ ഇവിടെ വലിച്ചു കൊണ്ടുവന്നിട്ട്, ലോകമാണിത്, ഇത് നീ ചിത്രത്തിൽ കാണുന്ന പോലല്ല, മനോഹരമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. കുഞ്ഞൻ കിളി അതൊന്നും നോക്കാറില്ല. ഈ ഒരു പരിസരത്ത് തന്നെ ഒരു ദേശാടന പക്ഷികൾ, അതായത് നീല നിറത്തിലെ ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടമുണ്ട്. അപ്പോൾ ഈ ദേശാടന പക്ഷികളിലെ ടീച്ചറായിട്ടുള്ള ഡെൽഫ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മരത്തിൽ നിന്ന് ഒരു ഇല പൊഴിഞ്ഞ് താഴെ വീഴുന്നത്. ഈ ഇല നമ്മളെങ്ങാൻ മരം കുലുക്കി പെയ്തതാണോ അതോ നമ്മൾ കൊത്തിപ്പറിച്ചിട്ടതാണോ? അല്ലല്ലോ, ഇല തനിയെ വന്ന് വീണതല്ലേ. ഓ, അതിനൊരർത്ഥമുണ്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ ഇല എടുത്തോണ്ട് നമ്മുടെ ഡെൽഫ് ഇവിടെ നിന്ന് പോകുകയാണ്. ഇവളുടെ അച്ഛനാണ് ഈ ദേശാടന പക്ഷികളുടെ നേതാവായിട്ടുള്ള ഡാരിയസ്. ഇവളുടെ അച്ഛൻ ഇരുമ്പ് പക്ഷി എന്ന് വിളിക്കപ്പെടുന്ന വിമാനത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡെൽഫ് അവിടെ പോയിട്ട്, അച്ഛാ, ദേ ഇല പൊഴിയാൻ നേരമായിരിക്കുന്നു എന്ന് പറയുന്നു. ശിശിരം വരാനായിരിക്കുന്നു, അപ്പോൾ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു കാര്യം കേട്ടതും ദേശാടന പക്ഷികൾ എല്ലാവരും തന്നെ പോവാനുള്ള ഒരുക്കത്തിലായി. എല്ലാവരും പരസ്പരം എല്ലാ കാര്യങ്ങളും വേഗം വേഗം റെഡിയാക്കൂ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഡാരിയസിന്റെ നെഫ്യൂ, അതായത് അനന്തരവനായിട്ടുള്ള കാൾ ഡാരിയസിനോട് വന്ന് ചോദിക്കുകയാണ്, അല്ല മാമ, നമ്മൾ മൈഗ്രേഷൻ ചെയ്യാൻ പോകുമ്പോ ഞാനല്ലേ ആദ്യം അറിയേണ്ടത്, ഇതെന്താ ഇപ്പൊ ഞാൻ അവസാനം അറിഞ്ഞതെന്ന്? നീ പോയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുമെന്ന് ഡാരിയസ് പറയുമ്പോ അവന്റെ മകളായിട്ടുള്ള ഡെൽഫ് അവിടേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ കുഞ്ഞൻ കിളിയും വണ്ടും കൂടെ ഇങ്ങനെ അവർ ഫുട്ബോൾ പോലെ ഒരു നട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കായിരുന്നു. നമ്മുടെ വണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ നട്ട് ഒരു ഒറ്റ അടിക്ക് ഒരുപാട് ദൂരേക്ക് തെറിപ്പിച്ചു. എന്നിട്ട്, അയ്യോന്റെ കാലിന് വയ്യേ, എനിക്ക് ആ നെട്ട് വെച്ച് ഇനിയും കളിക്കണം, അതുകൊണ്ട് നീ പോയിട്ട് ആ നെട്ട് എടുത്തോണ്ട് വാ. എന്തായാലും നീ എപ്പോഴും വീടിനകത്തല്ലേ ഇരിക്കുന്നത്, എപ്പോഴും ഞാനല്ലേ പുറത്തു പോകുന്ന നെട്ടൊക്കെ എടുത്തോണ്ട് വരുന്നത്, ഇത്തവണ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വം ഇവനെ പുറത്തേക്ക് അയക്കുകയാണ്. പേടിച്ചാണ് കുഞ്ഞൻ കിളി പുറത്തോട്ട് പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തിരിച്ചൊന്നും വരില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെ പമ്മി അവൻ പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നീലപക്ഷികളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളോട് അവരുടെ പാരന്റ്സ്, എന്തായാലും ഇത്തവണ നിങ്ങൾ കുറച്ചൊക്കെ മുതിർന്നല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഫുഡൊക്കെ നിങ്ങൾ തന്നെ കളക്ട് ചെയ്ത് വെച്ചോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡെൽഫിനോട് ഇവരുടെ കൂട്ടത്തിലുള്ള വില്ലി എന്ന് പറയുന്ന പക്ഷിയും നീയും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് പറയുമ്പോൾ വില്ലിക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ പറയാണ് ഡെൽഫ്. അപ്പോഴാണ് ഡാരിയസ് ഒരു കാഴ്ച കാണുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇരുമ്പ് പക്ഷി, അതായത് വിമാനം, ഇതിന്റെ മൈഗ്രേഷൻ എവിടേക്കാണെന്ന് നോക്കാനായി ഒരു കൊമ്പിലേക്ക് നമ്മുടെ ഡാരിയസ് ചെന്നിരിക്കുമ്പോൾ ഈ മരത്തിന് കീഴെയായിട്ട് 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ആ പൂച്ചകൾ ഈ മരത്തിലേക്ക് കയറിയതും ഡാരിയസ് താഴേക്ക് വീണു. വീഴുന്നതിന്റെ ഇടയ്ക്ക് ഇവന്റെ ചിറകിന് ഒരു ചെറിയ ചതവ് പറ്റി. അതോടുകൂടി ഓടാനും പറ്റാതായി. അങ്ങനെ തകർന്നു കിടക്കുന്ന ഒരു കെട്ടിടത്തിന്റെ
പലകയിലൂടെ ഇവൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ പൂച്ചകളും പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പൂച്ചകളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഇവൻ അവിടുത്തെ പൊട്ടിയ കെട്ടിടത്തിലേക്ക് വീണു. അവിടെ കിടന്നുള്ള ഡാരിയസിന്റെ കരച്ചില് പുറത്തുള്ള കുഞ്ഞൻകിളി കേൾക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞാനിവിടെ ഇല്ലാത്ത ആളാണ് കേട്ടോ, ഞാൻ നിങ്ങളുടെ കരച്ചിലൊന്നും കേൾക്കുന്നില്ല കേട്ടോ, ഞാനിവിടേക്ക് നെട്ടെടുക്കാൻ വന്നതല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് അവനെ രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞൻകിളി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പക്ഷിയല്ലേ, അവന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും, എന്നെ പിന്നെ അവിടെ ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞ് കുഞ്ഞൻകിളി ഈ കെട്ടിടത്തിന്റെ അകത്തേക്ക് പോയപ്പോഴാണ് ഡാരിയസിനെ കാണുന്നത്. എന്തായാലും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ എന്റെ കൂട്ടം വരുമ്പോ അവരോടൊരു കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇരിക്കുമായിരുന്നു. എന്റെ കാലശേഷം കാളിനോട് ആ കൂട്ടത്തെ നിയന്ത്രിക്കാനായിട്ടും അവരെ ആഫ്രിക്കയിൽ എത്തിക്കാനായിട്ടും പറയണം. പോകുമ്പോൾ കുത്തനെയുള്ള പാറകളും ഫയർഫ്ലൈസിൻ്റെതായിട്ടുള്ള ഒരു പാടവും ഒക്കെയുണ്ട്, അതൊക്കെ കടന്നു പോകണം. പിന്നെ ഇരുമ്പ് പക്ഷികൾ അത്ര അപകടകാരികളല്ല എന്നും അവരോട് പറയണമെന്ന് പറയുന്നു. അപ്പോഴാണ് ഡാരിയസിന്റെ കൂട്ടം അവിടേക്ക് വരുന്നത്. ഡെൽഫ് അച്ഛന്റെ അവസ്ഥ കണ്ട് ഓടിച്ചെന്ന് അച്ഛാ അച്ഛാ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ മഞ്ഞക്കിളിയെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡാരിയസ് കണ്ണടയ്ക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഡാരിയസിന് അന്തിമോപചാരം അർപ്പിക്കുന്നുണ്ട്. ശേഷമാണ് മഞ്ഞക്കിളിയെ ശ്രദ്ധിക്കുന്നത്. കാളായിരുന്നു. അല്ല നീ ഏതടാ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ എന്ന് ചോദിക്കുന്നത്. അത് പിന്നെ നിങ്ങളോട് പറയാനായിട്ട് ഈ അച്ഛൻ കിളിയനോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കുഞ്ഞൻ കിളി പറയുമ്പോൾ, എന്ത് കാര്യമാ, എന്നോട് ഇവർ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകണം എന്നാണോ പറയാൻ പറഞ്ഞത് എന്ന് കാൾ ചോദിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടുകൂട്ടം പറഞ്ഞു, ഏയ് അല്ലല്ല, അങ്ങനൊന്നുമല്ല പറഞ്ഞത്, നിങ്ങളുടെ അച്ഛൻ ഇവനോട് നിങ്ങളെ ആഫ്രിക്കയിൽ എത്തിക്കാനാ പറഞ്ഞത്. ഇവന് അതിനു വേണ്ടിയിട്ടുള്ള വഴിയും അറിയാം, പോരാത്തതിന് ഈ പക്ഷിക്ക് 6th സെൻസ് ഉണ്ട് എന്ന് വണ്ടുകൂട്ടം പറയാണ്. അന്നേരം കാൾ പറഞ്ഞു, മാമൻ അങ്ങനെ പറയാൻ നേരമില്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് ആ പൂച്ചകൾ കയറി വരുന്നത്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്ലക്ക് എന്ന പേരുള്ള ഒരു കുഞ്ഞൻ പക്ഷിക്ക് അടുത്തേക്ക് ഈ പൂച്ചകൾ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞൻ മഞ്ഞക്കിളി ഉണ്ടല്ലോ, ഈ മഞ്ഞക്കിളി ആ കുഞ്ഞൻ പക്ഷിയെ രക്ഷിക്കുകയാണ്. ഉടനെ തന്നെ അതിന്റെ അച്ഛനായിട്ടുള്ള വില്ലി പറഞ്ഞു, ഓ മാമൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഇവൻ അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് മാമൻ പറഞ്ഞത് നമുക്കും വിശ്വസിക്കാം. അപ്പോഴാണ് ഡെൽഫ് പറയുന്നത്, അച്ഛൻ അവസാനമായി എന്നോട് പറഞ്ഞ കാര്യവും മറ്റൊന്നും ആയിരുന്നില്ല, ഈ മഞ്ഞക്കിളിയെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെയായിരുന്നു. അങ്ങനെ ലോകം കാണാനുള്ള നമ്മുടെ മഞ്ഞക്കിളിയുടെ ആഗ്രഹം, പിന്നെ അവൻ ഇതുവരെ ഒരു പക്ഷികളോട് കൂട്ടായിട്ടില്ല, ആ ഒരു ആഗ്രഹവും ഇതിലൂടെ സാധിക്കാനായിട്ട് പോവാണ്. വണ്ടുകുട്ടൻ അവന് ടാറ്റ ബൈ ബൈ പറയുന്നു. പറഞ്ഞത് നുണയാണെങ്കിലും ഈ പോവാനുള്ള വഴിയൊക്കെ തന്നെ ഡാരിയസ് പറഞ്ഞ ക്ലൂകളിലൂടെ നമ്മുടെ മഞ്ഞക്കിളി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കുത്തനെയുള്ള പാറക്കൂട്ടം, പിന്നെ ഫയർഫ്ലൈസിൻ്റെതായിട്ടുള്ള ഒരു പാടം, അതെല്ലാം കടക്കണം എന്ന് പറഞ്ഞ പറവകളുമായിട്ട് നമ്മുടെ മഞ്ഞക്കിളി പൊക്കൊണ്ടിരിക്കുമ്പോൾ കാൾ വിളിച്ചു പറയുന്നുണ്ട്, കഴിഞ്ഞ തവണയൊന്നും ഞങ്ങൾ ഈ വഴിയല്ല പോയത്, ഇത് തെറ്റായ വഴിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞക്കിളി ഇവരെ തെക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് വടക്ക് ഭാഗത്തേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവന് കറക്റ്റ് ദിശ പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അതുവഴി പോയി കഴിഞ്ഞാലേ നിങ്ങളെ ഇരുമ്പ് പക്ഷികൾ പിടിക്കും. അതുകൊണ്ടാ നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ കാര്യം നോക്കാനായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ നേതാവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ, അതുപോലെ തൽക്കാലം നിങ്ങൾ ഞാൻ പറഞ്ഞതും കേൾക്കണം. ദേ ആ കാണുന്നതാണ് ഫയർഫ്ലൈസിന്റെ പാടം. ഇവനൊരു ടൗൺ നോക്കി പറയാണ്. ഓ അപ്പൊ നിനക്ക് വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ, നമ്മളൊരു 5-6 ദിവസത്തിനുള്ളിൽ ആഫ്രിക്കയിൽ എത്തുമായിരിക്കുമല്ലേ എന്ന് നമ്മുടെ ഡെൽഫ് ചോദിക്കാണ്. ഓ പിന്നെ പിന്നെ എത്തും, നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് വിശ്രമിക്കാം, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാമെന്നും നമ്മുടെ മഞ്ഞക്കിളി പറയുന്നു. സാധാരണ മൈഗ്രേഷന് പോകുന്ന കിളികള് അങ്ങനെ കണ്ടെടുത്തിറങ്ങി ഭക്ഷണം കഴിക്കാറില്ല എന്ന് കാളവനെ കളിയാക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞൻ കിളികളും ഇവരുടെ കൂട്ടത്തിൽ ഇറങ്ങാണ്. ഭക്ഷണം തേടിപ്പോയ നമ്മുടെ മഞ്ഞക്കിളിയാണെങ്കിൽ ഒരു കൂട്ടം പ്രാവുകള് വളഞ്ഞു വെച്ച് കൊത്താനായിട്ട് ആരംഭിച്ചു. പാവം അവൻ ഓരോരോ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് അവസാനം ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന നമ്മുടെ മഞ്ഞക്കിളിയുടെ അരികിലേക്ക് ഡെൽഫ് വന്നിരിക്കുകയാണ്. അന്നേരം അവനിങ്ങനെ തോന്നുന്നുണ്ട്, ഈ യാത്ര ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനെ ആകെ പിഴിഞ്ഞെടുക്കാൻ പാകത്തിനായി കിട്ടും. ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ശരിക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡെൽഫിനോട് പറഞ്ഞാലോ എന്ന് കരുതി, ഇനി നിങ്ങൾ മുന്നോട്ട് പോക്കോ, കാളിന് വഴിയൊക്കെ അറിയാമല്ലോ, എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുന്നു. എന്റെ അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ച് മരിച്ചു പോയത് നിങ്ങളെയല്ലേ, എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 5-6 ദിവസമൊക്കെ ഞങ്ങൾ ജീവിച്ചിരിക്കുമായിരിക്കും, അത് കഴിഞ്ഞ് സാരമില്ല, നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ടല്ലേ എന്നൊക്കെ പറയാണ് ഡെൽഫ്. ഇത് കേട്ടതും മനസ്സലിഞ്ഞ് നമ്മുടെ മഞ്ഞക്കിളി, ഓ എന്നാ സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടേക്ക് എത്തിച്ചേക്കാം എന്ന് പറയുന്നു. അവന്റെ മനസ്സിൽ അന്നേരം ഈ ലേഡി ബഗ് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തായാലും നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടാ, അപ്പോൾ നിന്നോടൊത്തുള്ള യാത്രയും അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ് മഞ്ഞക്കിളി ബാക്കിയുള്ള സ്ഥലം കൂടെ
ആഫ്രിക്കയിൽ എത്തുന്നിടം വരെ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവൾക്ക് വാക്കു കൊടുക്കുകയാണ്. അധിക നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, രാത്രിയിലെ യാത്ര വളരെ നല്ലതാ എന്ന് പറഞ്ഞ് പറവകളുടെ കൂട്ടവുമായിട്ട് മഞ്ഞക്കിളി വീണ്ടും യാത്ര ചെയ്തു തുടങ്ങി. പക്ഷേ അവനാണെങ്കിൽ ഈ സ്ഥലവും അറിയില്ല, ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ വില്ലിയുടെ മക്കളിൽ ഒരാള് ഫ്ലക്ക്, അവന് ഇപ്പൊ പറക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വില്ലി അവനെയും എടുത്തുകൊണ്ടാണ് ഈ പറന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റൊരു തടിയൻ കിളി നമ്മുടെ മഞ്ഞക്കിളിയോട് ചോദിച്ചു, എല്ലാ കിളികളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്? നമ്മൾ എന്താ ഈ വഴി പോകുന്നത്? അവരോട് ഞാൻ പോയിട്ട് കാര്യം അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ മഞ്ഞക്കിളി തിരിഞ്ഞു പോവാണ്. പക്ഷേ ആരും തന്നെ അവന് കേൾക്കാനായി തയ്യാറായില്ല. അന്നേരം അവിടേക്കെത്തിയ കാൾ പറഞ്ഞു, എനിക്കറിയാം നിനക്ക് വഴി തെറ്റിയെന്ന്, അത് നിനക്കും അറിയായിരിക്കുമല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാ നീ അവരെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുന്നത്? ഇവരെ ഞാൻ നിയന്ത്രിച്ചോളാം, നീ നിന്റെ വഴിക്ക് നോക്കി പോയെന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ നേതാവ് എന്നെയാണ് നിങ്ങളുടെ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്, പുള്ളിയോട് ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് ഇതൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇവര് കടല് കാണുവാണ്. ഓ, ഇത് മെഡിറ്ററേനിയൻ സീ ആണ്, ഇതിനപ്പുറത്താണ് ആഫ്രിക്ക എന്ന് എല്ലാ പക്ഷികളും പറയുമ്പോൾ നമ്മുടെ മഞ്ഞക്കിളിയും അത് തന്നെ എന്ന് പറയുന്നു. ശേഷം അവിടെയുള്ള ട്രീ സ്റ്റേ കണ്ടപ്പോൾ ഇന്ന് നമുക്കിവിടെ വിശ്രമിച്ചതിന് ശേഷം നാളെ കടൽ കടക്കാമെന്ന് പറയുന്നു. ശരിക്കും ഇവർ എത്തിയിരിക്കുന്നത് പോളണ്ട് എന്ന രാജ്യത്തിലേക്കാണ്. ഇവരെ മെഡിറ്ററേനിയൻ സീ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഹോം സ്റ്റേ നടത്തുന്ന പരുന്ത് പറഞ്ഞു, അതെ ഇത് സ്പെയിനാണ്, ഈ കാണുന്നതാണ് മെഡിറ്ററേനിയൻ സീ, നിങ്ങളിത് കടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ആഫ്രിക്കയാണ് എന്ന് പറയാണ്. എന്നിട്ട് അവന്റെ എലി സഹായികളോട് പറയുന്നുണ്ട്, വന്ന ആൾക്കാരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാതെ നോക്ക്, അതുകൊണ്ട് ഇത് സ്പെയിൻ ആണെന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുക എന്ന് പറയാണ്. പക്ഷെ കാളിന് ചെറിയതായിട്ട് ഇവിടെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു ഭൂപ്രകൃതി കണ്ട് ഇത് സ്പെയിൻ പോലെയില്ലല്ലോ, ഇവിടുത്തെ ഒലീവ് ട്രീസ് എവിടെ എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. ഇവിടുത്തെ ഒലീവ് ട്രീസിന്റെ കാര്യമൊന്നും പറയണ്ട, മഞ്ഞു വീഴ്ചയിൽ എല്ലാം പോയെന്നേ എന്ന് പറഞ്ഞ് ആ പരുന്തണ്ണൻ അവനെ പറ്റിച്ചു. ശേഷം അവന് വേണ്ടി ഒരു കൂട് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം എലികളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ആ എലികളുടെ വായിൽ നിന്ന് അറിയാതെ പോളണ്ട് എന്നുള്ള വാക്ക് വന്നപ്പോ അത് ശരി തന്നെയാണ്, ഇത് പോളണ്ട് തന്നെയാണ്, അവൻ നമ്മളെ വിദഗ്ധമായി പറ്റിച്ചോണ്ടിരിക്കുകയാണെന്നൊക്കെ ഈ കാൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഇക്കാര്യം വന്ന് നമ്മുടെ മഞ്ഞക്കിളിയോട് ചോദിക്കുകയാണ്, നിങ്ങള് ഈ അപരിചിതം പറഞ്ഞ കാര്യം വിശ്വസിച്ച് ഇവിടെ ഇരുന്നു, ഇത് സ്പെയിൻ ഒന്നുമല്ല, ഇത് പോളണ്ടാണ്, നമ്മള് തെക്ക് ഭാഗത്തേക്കല്ല പോകുന്നത്, വടക്ക് ഭാഗത്തേക്കാണ് എന്ന് പറയുന്നു. എന്ന് അവിടുത്തെ എലികളൊക്കെ ഒത്തൊരുമിച്ച് പറഞ്ഞു, അല്ലല്ല ഇത് സ്പെയിൻ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ കാളിനെ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പോരാത്തതിന് നിന്നെ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിനക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വന്ന് ഭ്രാന്തെടുത്തിരിക്കുക, നമുക്കൊന്ന് ഹൈറ്റിൽ പറന്നിട്ട് വരാം, എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞ കാളിന്റെ അച്ഛനും അമ്മയും അവനുമായിട്ട് പറക്കാൻ പോവാണ്. നമ്മുടെ ഡെൽഫിനെയും മഞ്ഞക്കിളിയെയും അവിടെ നിർത്തി ബാക്കി എല്ലാവരും ഇതുപോലെ പറക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഒന്നിച്ച് സംസാരിക്കാണ്. വീണ്ടും ഡെൽഫിനോട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് മഞ്ഞക്കിളി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഡെൽഫ് പറയുന്നത്, നിനക്ക് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഞങ്ങൾ അവിടെ കൊണ്ടുപോയി വിട്ടാൽ മതി, വീണ്ടും ഞങ്ങൾ ഒരു സഹായവും ചോദിക്കില്ല. അവിടെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള സാം ഒക്കൂൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ പണി അതോടെ കഴിയും, പിന്നെ നിനക്ക് തിരിച്ചു വരാം, നിന്റെ ലേഡി ബഗിനോടും മുയൽ കുട്ടന്മാരോടും ഒക്കെ ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കാം, അവിടെ വരെ ഞങ്ങളെ എത്തിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ ഓക്കെ പറയാണ് ചെയ്യുന്നത്. പക്ഷെ അവൻ അറിയത്തില്ല ഇതൊക്കെ ആരാണ് എന്നുള്ള കാര്യം. അന്ന് രാത്രിയിൽ ഇവൻ അങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. താഴേക്ക് പോയ സമയത്ത് അവിടെ 2 ഈലുകളെ കാണുകയാണ്. ആ ഈലുകളോട് ഇവൻ പോയിട്ട് എങ്ങനെയാണ് ആഫ്രിക്കയിലേക്ക് പോകേണ്ടത്, ഇവിടെ അടുത്താണോ ഈ ആഫ്രിക്ക എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം വില്ലിയും വില്ലിയുടെ ഗേൾ ഫ്രണ്ടും കൂടിയിട്ട് അവിടെ നിന്ന് തന്റെ കുട്ടികളോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ഈലുകളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, കുറെ ദൂരെ ആയിട്ടാണ് ആഫ്രിക്ക ഉള്ളത്, എന്നാലും സാരമില്ല, ഇവിടെ ഇക്വേറ്റർ കടക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും നീ നല്ലൊരു നേതാവാ എന്നൊക്കെ വില്ലി അവനെ വാനോളം ഉയർത്തുമ്പോൾ അവന്റെ മനസ്സിലൊരു കൂരമ്പ് തറയ്ക്കുന്നത് പോലെയായിരുന്നു ഈ പ്രശംസയെല്ലാം വരുന്നത്. കാരണം അവൻ നുണ പറഞ്ഞിട്ടാണല്ലോ ഇവിടേക്ക് ഈ ഒരു രീതിയിൽ എത്തപ്പെട്ടത്. ഡെൽഫും ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇവനോട് വന്ന് പറഞ്ഞു, എന്റെ അച്ഛൻ നിന്നെ കണ്ടെത്തിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, നീ ശരിക്ക് വലിയവനാ, നല്ല മനസ്സുള്ളവനാ, പക്ഷെ അവന്റെ പ്രതിരൂപം കാണുമ്പോഴേ അവനോട് ദേഷ്യവും വെറുപ്പും ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇത്രയും പക്ഷികളെ താൻ പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. എല്ലാവരും സമാധാനമായിട്ട് ഉറങ്ങുമ്പോൾ ഇവന്റെ കാര്യമോർത്ത് അവരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു എന്ന് കണ്ട് നമ്മുടെ മഞ്ഞക്കിളിക്ക് വലിയ സങ്കടമായിരുന്നു. അവൻ എത്ര വലിയ തെറ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ വെടിയൊച്ച കേട്ടാണ് അവൻ എണീക്കുന്നത്. അവന്റെ കൂട്ടത്തിൽ
കൂട്ടത്തിലുള്ള പക്ഷികളൊക്കെ അവനെ വിളിച്ചുണർത്തി പറന്നു പോവാണ്. അവരെ വെടിവെക്കാൻ നോക്കിയ ഈ വേട്ടക്കാരന്റെ തലയിലേക്ക് ഒരു മരമുട്ടി വീഴ്ത്തിയതിന് ശേഷം ഇവനും അവിടേക്ക് ചെല്ലുകയാണ്. പക്ഷേ നമ്മുടെ മഞ്ഞക്കിളിയെ കണ്ടപ്പോൾ ഡെൽഫടക്കം എല്ലാവരും നല്ല രീതിയിൽ കലിപ്പാവുന്നുണ്ട്. ഒരു പ്രതിസന്ധിയും ഇല്ലാതെ ഒരു അപകടവും ഇല്ലാതെ ആഫ്രിക്കയിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞങ്ങൾ പോകുമ്പോൾ വേട്ടക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നിന്റെ കാരണം ഇപ്പൊ അതുമായി. നിനക്ക് ഈ വഴി അറിയില്ലായിരുന്നു. ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ആ സമയത്താണ് കാൾ പറഞ്ഞത്, ദേ നേരെ മുന്നിൽ കാണുന്നത് കൊടുങ്കാറ്റാണ്, നമ്മൾ അതിലൂടെ പാസ് ചെയ്യണമെന്ന്. വെള്ളം നനഞ്ഞപ്പോ ചിറകുകൾ അധികം അടിക്കാൻ പറ്റാതായി. അങ്ങനെ ഈ കടലിന്റെ നടുഭാഗത്തായി തകർന്നടിഞ്ഞ ഒരു കപ്പൽ ഇവർ കണ്ടെത്തുന്നുണ്ട്. തൽക്കാലം ഈ കോളൊക്കെ കഴിയുന്നത് വരെ അതിനകത്ത് വിശ്രമിക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. അകത്തെത്തിയപ്പോ കാൾ നമ്മുടെ മഞ്ഞക്കിളിയെ ചീത്ത പറയുന്നുണ്ട്. അത് സ്വാഭാവികം. എന്നാ പതിവിന് വിപരീതമായിട്ട് ഡെൽഫും അവനെ ചീത്ത പറയാണ്. സത്യമായിട്ട് നിനക്ക് വഴി അറിയോ, അതോ നീ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കാണോ എന്നൊക്കെ അവള് ചോദിക്കുമ്പോ ഇപ്പൊ അവരോട് ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായ നമ്മുടെ മഞ്ഞക്കിളി, എനിക്കൊന്ന് പുറത്തു പോയിട്ട് നോക്കാനുണ്ട്, ഞാൻ എന്നിട്ട് നല്ല വഴി, ഇതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ടുള്ള വഴി കണ്ടുപിടിച്ചു വരാമെന്ന് പറഞ്ഞ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ നമ്മുടെ വില്ലിയും ഡെൽഫും ചെല്ലുകയാണ്. അവരങ്ങനെ അവന്റെ പിന്നാലെ പോകുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞൻ കിളിയുമായിട്ട് കുറച്ച് കിളികൾ അകത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കപ്പലിന്റെ അകത്ത് നിന്ന് ഒരു കടൽ കാക്കയുടെ കൂട്ടം തന്നെ ഇവരിരിക്കുന്ന ആ പരിസരത്തേക്ക് വരുന്നത് ഒരു കുഞ്ഞൻ കിളി കണ്ടു. ഇവരെല്ലാവരും പേടിച്ചരണ്ടിരിക്കുകയാണ്. ആ ഒരു കടൽ കാക്കകൾ അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി തകര കഷ്ണമൊക്കെ പറ്റുന്ന വിധത്തിൽ അവർ കൊണ്ടുവന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇവിടെ അധിക നേരം ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് കണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പക്ഷേ കാൾ മാത്രം നമ്മുടെ മഞ്ഞക്കിളിയോട് ഭയങ്കര പ്രതിഷേധമായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുന്നു. അങ്ങനെ അവൻ അതിനകത്ത് പെട്ടപ്പോൾ നമ്മുടെ മഞ്ഞക്കിളി തന്നെ, എന്റെ കാരണമല്ലേ അവൻ ഈ പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ തന്നെ അവനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ഈ ഒരു കപ്പലിന്റെ അകത്തേക്ക് വരികയാണ്. അവനാണെങ്കിൽ അവിടെ ഒരു കയറുണ്ടായിരുന്നു. ആ കയറിന്റെ മുകളിലായിട്ടാണ് ചെന്ന് കിടന്നിട്ടുണ്ടായിരുന്നത്. ഈ മഞ്ഞക്കിളി ഒറ്റയ്ക്ക് ചെന്ന് അവനെ പിടിച്ച് ഉയർത്താൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ വില്ലിയും അവനോടൊപ്പം വരികയാണ്. ബാക്കി എല്ലാ കിളികളും കപ്പലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും ചേർന്ന് അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുവരെ പറക്കാൻ പറ്റാത്ത കൊച്ചുകുട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലക്കിന് പറക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥിതി എത്തുന്നുണ്ട്. അവന്റെ ശബ്ദവും മാറി വരുന്നുണ്ട്. അവനും നമ്മുടെ കാളിനെ സഹായിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ വരികയാണ്. അങ്ങനെ 3 പേരും ചേർന്ന് നമ്മുടെ കാളിനെ രക്ഷപ്പെടുത്തി ഈ പക്ഷിക്കൂട്ടത്തിന്റെ അടുത്തേക്ക് തന്നെ പോയി. പക്ഷേ ഈ പ്രശ്നം അതുകൊണ്ടൊന്നും തീർന്നതായിരുന്നില്ല. ഇപ്പൊ ഒരു രക്ഷാപ്രവർത്തനം ഒക്കെ കഴിഞ്ഞെങ്കിലും അപ്പോഴാണ് ഒരു കുളിർ കാറ്റടിക്കുന്നത്. അതായത് ഒരു ഫ്രോസൺ വിൻഡ്, അതായത് നോർത്തേൺ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കാറ്റുണ്ട്. ആ കാറ്റടിച്ച് ഇവർ അവസാനം വന്ന് പെടുന്നത്, ആഫ്രിക്കയിലേക്ക് പോകാൻ നിന്ന ഇവര് ചെന്ന് പെടുന്നത് അങ്ങ് ആർട്ടിക്കിലേക്കാണ്. ആർട്ടിക്കില് പോയി വീണ് ആ മഞ്ഞ ദേഹത്ത് മുഴുവൻ പുതഞ്ഞപ്പോഴാണ് തെക്കോട്ട് പോവേണ്ട ഇവര് കറക്റ്റായിട്ട് വടക്ക് ഭാഗത്തേക്കാണ് പോയതെന്നും ഈ മഞ്ഞക്കിളിക്ക് ശരിക്ക് വഴി അറിയില്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. ഡെൽഫ് വീണ്ടും സൗമ്യതയോടുകൂടി ചോദിച്ചു, ശരിക്കും നീ എന്താ ഉദ്ദേശിച്ചത്? അന്നേരം അവൻ സത്യം തുറന്നു പറയാണ്, നിങ്ങളുടെ അച്ഛൻ വെറും എന്നെ ഒരു സന്ദേശവാഹകനാക്കി മാത്രമാണ് കണ്ടിരുന്നത്, അല്ലാതെ നിങ്ങളുടെ നേതാവാകാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്നോട് കാളിനോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പറ്റിച്ചത് എന്ന് പറയാണവൻ. ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും നമ്മൾ എത്തേണ്ടടുത്ത് എത്തിപ്പെട്ടു. ഇവിടെ കിടന്ന് നമ്മൾ മരിക്കുകയുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒരു ഇച്ചിരി പോലും തണുപ്പ് ദേഹത്ത് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം അവരെല്ലാവരും കുറ്റപ്പെടുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ മഞ്ഞക്കിളി അവിടെ നിന്ന് നടന്നകലുമ്പോഴാണ് അവിടെ നിന്ന് ഒരു എയറോപ്ലെയിൻ കാണുന്നത്. ഇവരുടെ ഭാഷയില് ഇരുമ്പ് പക്ഷി. ഇതത്ര അപകടകാരിയല്ല എന്ന് കണ്ട് നമ്മുടെ മഞ്ഞക്കിളി ഈ പക്ഷിക്കൂട്ടത്തിനടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ തണുപ്പ് സഹിക്കാൻ വയ്യാതെ പക്ഷികൾ എല്ലാവരും കെട്ടിപ്പുണർന്ന് വട്ടത്തില് അങ്ങനെ കൂടി ഇരിക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞക്കിളി അവിടേക്ക് വരുന്നത്. അവര് പറയാനുണ്ടായിരുന്ന ആ വാർത്ത ഇവരിൽ ശുഭപ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ കാൾ ആദ്യം അവനെ കുറ്റപ്പെടുത്തി. ഇത്രയും നാള് നമ്മൾ പേടിച്ചിരുന്ന ആ ഇരുമ്പ് പക്ഷികള്, നമ്മൾ ഈ റൂട്ട് തന്നെ മാറ്റി പിടിച്ചത് ഇരുമ്പ് പക്ഷികളെ പേടിച്ചിട്ടാണ്. എന്നിട്ട് അവരുടെ ദേഹത്ത് കയറിയിട്ട് ആഫ്രിക്കയിലേക്ക് പോകാമെന്നാണോ നീ പറയുന്നത്? അന്നേരം മഞ്ഞക്കിളി പറഞ്ഞു, ഇതിനകത്ത് പോകുന്ന എല്ലാ മനുഷ്യന്മാരും ഒരിടത്ത് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവരത്ര അപകടകാരികളൊന്നുമല്ല. നമ്മുടെ മുന്നില് മറ്റു വഴികളൊന്നുമില്ലല്ലോ. ഇവിടെ കിടന്ന നമ്മൾ എല്ലാവരും തണുത്ത് വിറച്ച് ചത്തുപോകും. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണെങ്കിലും ചെയ്തു നോക്കുന്നതല്ലേ നല്ലത് എന്ന് മഞ്ഞക്കിളി പറയുന്നു. നിങ്ങൾ ആരും അവിടെ പോയി അപകടപ്പെടേണ്ട. ഞാനാദ്യം പരീക്ഷിച്ച് ഒക്കെ ശരിയാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നാ മതിയെന്ന് മഞ്ഞക്കിളി പറയുന്നു. എന്നാൽ അവൻ ഒറ്റയ്ക്ക് വിടാനായിട്ട് ഡെൽഫിന് ഇച്ചിരി പേടിയുണ്ടായിരുന്നെങ്കിലും അവൻ എന്ത് ചെയ്തു? ആഫ്രിക്കയുടെ സൈനുള്ള ഒരു പ്ലെയിൻ കണ്ടുപിടിച്ചിട്ട്
എന്നിട്ട് പതുക്കെ അതിനടുത്തേക്ക് പറന്നു ചെന്നു. ഇവരിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഇരുമ്പ് പക്ഷിക്ക് ജീവനുണ്ട് എന്നുള്ള കാര്യമാണ്. മഞ്ഞക്കിളി അവിടെ പോയി തൊട്ടു നോക്കിയപ്പോൾ അതിന് ജീവനില്ല എന്ന് മനസ്സിലായി. ബാക്കി പക്ഷികളും അവിടേക്ക് വന്നിറങ്ങി. ഇനിയുണ്ടല്ലോ, നമ്മൾ ഇതിന് പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, ഇതിനകത്തേക്ക് കയറണം. ആ പിൻവശത്ത് തുറന്നു കിടക്കുന്ന ഭാഗത്തേക്ക് മനുഷ്യന്മാരില്ലാത്ത സമയത്ത് ഇവരുള്ളിലേക്ക് കയറി. എന്നാൽ കാൾ മാത്രം ഇതിനെതിരെ പ്രതിഷേധിച്ച് പുറത്തേക്ക് പോകുമ്പോൾ മഞ്ഞക്കിളി നേരെ അവനടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ അടുത്തേക്ക് ഒരു ട്യൂബ് ഇട്ട് അവനെ ഉരുട്ടി ഉരുട്ടി ഇതിനകത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്ക് മഞ്ഞക്കിളി അവിടെ പെട്ടുപോവാണ്. ഇത് കണ്ട കാൾ അങ്ങോട്ട് ഓടി ചെന്ന് മഞ്ഞക്കിളിയും കൂടെ ഈ പ്ലെയിനിനകത്തേക്ക് കൊണ്ടുവന്ന് അവസാന നിമിഷത്തിൽ എല്ലാവരും ഇതിനകത്ത് പെട്ടു. കാൾ തന്നെ രക്ഷിച്ചത് മഞ്ഞക്കിളിക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതുവരെ പറന്ന് ദേശാടനം നടത്തിയിരുന്ന നമ്മുടെ ദേശാടന കിളികള് ഇത്തവണ പ്ലെയിനിലാണ് ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ ആ നല്ല പ്രഭാതം ഇവരെ വരവേറ്റു. ഉറക്കമുണരുമ്പോൾ സൂര്യപ്രകാശം കണ്ണിലടിച്ച് ആഫ്രിക്ക എത്തി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവര് പുറത്തേക്ക് നോക്കുന്നു. എന്തു ഭംഗിയുള്ള സ്ഥലമാണ് ഇപ്പോ ആഫ്രിക്ക. ഒരു വർഷം കണ്ടതുപോലെയില്ല. മുൻപത്തെ വർഷം ഇതിനേക്കാൾ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു മരത്തിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മഞ്ഞക്കിളി ഇവരുടെ കൂട്ടത്തിൽ ഒന്നും പോവാതെ വിട്ടുമാറി നിൽക്കുമ്പോൾ ഡെൽഫി ചോദിച്ചു, എന്തു പറ്റി? ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിലുള്ള സന്തോഷമാണോ? അല്ല, ഞാൻ എന്തായാലും നിങ്ങളെ ആഫ്രിക്കയിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. പിന്നെ നിങ്ങളുടെ അച്ഛന്റെ ഫ്രണ്ടായ ആ സാമിനെ കണ്ടെത്താനായി ഇനി ഞാൻ വരുന്നില്ല, ഞാൻ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെൽഫി പറഞ്ഞു, നിന്നെ ഞങ്ങളുടെ കൂടെ കൂട്ടാനായിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞൊരു പേരാണ് സാം. നിനക്കെന്തായാലും ഇതുവരെ ഒരു പേരില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇനി സാം എന്നാ വിളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് നീ ഞങ്ങളുടെ കൂടെ കൂടാൻ നോക്കിയതല്ലേ, അതുകൊണ്ട് നിന്നെ ഇനി ഞങ്ങൾ എവിടേക്കും വിടാൻ പോകുന്നില്ല. നീ ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൂടുകയാണ്. എന്നിട്ട് വർഷാവർഷം നമ്മൾ ഇങ്ങനെ ലോകം ചുറ്റും. അപ്പൊ നിനക്കും ലോകം ചുറ്റാം. അതുപോലെ തന്നെ നിനക്കും ഇപ്പൊ സ്വന്തമായിട്ട് ഒരു പക്ഷിക്കൂട്ടമുണ്ടെന്ന് പറയുന്നു. പുതിയൊരു അതിഥിയെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ആ പക്ഷികൾ എല്ലാവരും ചേർന്ന് നല്ലൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്ന സീനോട് കൂടിയാണ് 2014 പുറത്തിറങ്ങിയ യെല്ലോ ബേർഡ് എന്ന മനോഹരമായിട്ടുള്ള ഒരു അഡ്വെഞ്ചറസ് ഫാന്റസി ത്രില്ലർ മൂവി അവസാനിക്കുന്നത്. സോ ഈ ഒരു മൂവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ചില സന്ദർഭങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളെ തന്നെ വെല്ലുവിളിച്ചിട്ടായിരിക്കണം പല കാര്യങ്ങളും ചെയ്യേണ്ടത്. നമുക്ക് തന്നെ ഒരു അറിവുണ്ടായിരിക്കില്ല നമ്മളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് യാതൊരു പരിചയമില്ലാത്ത കാര്യമാണെങ്കിൽ കൂടി തന്നാലാവുന്നത് നമ്മൾ ചെയ്യും എന്നുള്ള ആ ഒരു ചലഞ്ച് നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എങ്കിലും എടുക്കാനായി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മഞ്ഞക്കിളി ചെയ്തതുപോലെ. സോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ ബൈ. ഇറങ്ങിപ്പോ പോ അമ്മ കഴിഞ്ഞേ പൊടി ഇതൊക്കെ